ജ്വാല ജ്വാല ഞാനൊരു ദുഃഖജ്വാല ഈ പാതിരാക്കി പാട്ടും പാടി നടക്കുന്നത്. ഓ ഇവളായിരിക്കും ചിലപ്പോ അവൾ. എന്നാലേ നമുക്ക് നോക്കാം. ഒന്ന് നോക്കിക്കളെ. ഇവളെ കണ്ടിട്ടൊരു അലവലാതിയാണെന്ന് തോന്നുന്നല്ലോ. അവള് നടന്ന് കണ്ടോ കണ്ടോ. ഏതായാലും നമുക്ക് ഇവിടെ കസ്റ്റഡിയിൽ എടുക്കാം. വേണം. ഏതായാലും അവളുടെ ഫേസ് വാല്യൂ കണ്ടിട്ടാകാം. അതെ അത് മതി അത് മതി. നീയല്ലേ എന്നെ തോളത്ത് പിടിച്ചിരിക്കുന്നത്? എടാ എന്റെ തോളത്തിനോട് നീയാണ് എന്റെ തോളത്ത് പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോളത്ത് പിടിക്കുന്ന ഇഷ്ടമല്ല. ഈ പ്രേതത്തെ മന്ത്രം കൊണ്ട് കിട്ടാൻ രക്ഷയില്ല. അയ്യോ ഈശ്വര, യാതൊരു രക്ഷയുമില്ലയോ? പ്രേതം കുഞ്ഞിനെ കാണാനാണ് വരുന്നത്. കുഞ്ഞില്ലെങ്കിൽ പ്രേതവുമില്ല. അതിനെന്ത് വേണം? മീനാക്ഷിമ ഭയപ്പെടണ്ട. എല്ലാം രഹസ്യമായിരിക്കണം. മീനാക്ഷിയമ്മ ധൈര്യമായി കിടന്നുറങ്ങിക്കോളൂ. എല്ലാം ഞങ്ങൾ ഏറ്റു. പിന്നെ കിരീടി ക്ഷേതാസനം തന്നെ. അർജുനൻ ഫൽക്കനൻ പാർത്ഥൻ വിജയൻ. ആരാത്? അർജുനൻ ഫൽക്കനൻ പാർത്ഥൻ വിജയൻ. ആരാത്? ഞങ്ങളാ എന്ത്? വൈദ്യന്റെ അടുക്കൽ പോവുക. എന്ത്? കുഞ്ഞിനൊരു വയറ്റിളക്കം. ഇപ്പോഴത്തെ വൈദ്യന്മാരെടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ചിന്നാമുഖ്യം ദ്രോൽഭവം കിട്ടെ ഒരു ചെറിയ കഷായം ഉണ്ടായി കൊടുത്തോളൂ. ഇത്രയും ആളുള്ള സ്ഥലത്ത് ഒരു കുഞ്ഞിനെ നോക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല അല്ലേ? ഇനി പ്രേതം എടുത്തോണ്ട് പോയതായിരിക്കുമോ? പ്രേതമല്ല, ഭൂതം. എന്താ ബഹളം? എന്റെ കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞോ? നിക്കൂ, രണ്ടാൾക്കാർ ഒരു കുട്ടിയെ കൊണ്ട് അവർ പോയത് ഞാൻ കണ്ടിരിക്കുന്നു. എവിടെ? നമ്മുടെ അമ്പലക്കുളത്തിന്റെ സമീപത്തിലാണ് പോയത്. വരൂ പോകാം. തങ്ങളോട് ഇപ്പൊ വന്നേക്കാം. പോ. നീ രക്ഷപ്പെടൂ. നീ എങ്ങോട്ടെങ്കിലും പോകൂ. നിന്റെ ആശകളും ആഗ്രഹങ്ങളും എല്ലാം അസ്തമിച്ചു. പോകൂ, പോകൂ.
അങ്ങനെ കടന്നു കളയാമെന്ന് വിചാരിച്ചില്ലടാ. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ഞങ്ങൾ ആരാണെന്നോ? എടാ, ഞങ്ങളാണ് ബീച്ച് പോലീസ്. മനസ്സിലായോ? മനസ്സിലായോടാ? ബീച്ച് എന്ന് പറഞ്ഞ അടി, ഭയങ്കര അടി. അടിയാ അല്ലേ? അയ്യോ, ഈ കുഞ്ഞിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അയ്യോ, ക്ഷീണിക്കുമോ ഏതോ. കുഞ്ഞിന് സുഖമില്ലായിരിക്കും അല്ലേ? നല്ല മരുന്ന് കൊടുക്കണം. ആ നഴ്സിംഗ് കൂട്ടി പോകും. നേരെ അങ്ങോട്ട് ചെല്ല്. എന്നാലേ ഞങ്ങൾ ഞങ്ങളെ അങ്ങോട്ട് പോട്ടെ. ഞങ്ങളെ നേരെ അങ്ങോട്ട് ചെല്ല്. എല്ലാം തകർന്നു. ഇനി എങ്ങോട്ട് പോകും? എങ്ങനെ രക്ഷപ്പെടും? കുഞ്ഞിനെ മേനൊന്നും കൊണ്ടുവന്നില്ല. അമ്മയും കണ്ടില്ല. എന്തൊരു നാശമാണിത്. പങ്കിട്ടെ, ഇവിടെ തന്നെ നിന്നുള്ളൂ. ज्वाला ज्वाला
കൊന്നു നീ? ആര്? പ്രേതം. ആരുടെ പ്രേതം? അതാരുടെ പ്രേതം? കുഞ്ഞോമനയുടെ. മീനാക്ഷി, നടക്ക്. നടക്ക് മുമ്പോട്ട്. പ്രേതത്തിന്റെ അടുത്തേക്ക് നടക്ക്. നടക്ക് മുമ്പോട്ട്. എടീ, കുഞ്ഞോമന എങ്ങനെ മരിച്ചു? കുഞ്ഞോമന എങ്ങനെ മരിച്ചെന്ന് ജീവൻ മരമുന്നിൽ സത്യം പറ. എങ്ങനെ മരിച്ചു? ഞാൻ കൊന്നു. പാറപ്പുറത്ത് നിന്നും തന്നേറ്റ് കൊന്നു. എടീ ഘാതകി, നീ എന്റെ മകളെ പാറയിടിക്കിലേക്ക് തള്ളിയിട്ട് കൊന്നു അല്ലേ? ദ്രോഹി. അമ്മാവ, ഘാതകി, നിന്നെ ഞാൻ വെച്ച് അയ്യോ, എന്നെ കൊല്ലരുതേ. രവി, രവി, എനിക്ക് മാപ്പ് തരൂ. എനിക്ക് മാപ്പ് തരൂ. എന്റെ മകളുടെ ഭാവിയെ ഉദ്ദേശിച്ച് ഞാൻ കടുകൈ ചെയ്തു പോയി. കടുകൈ ചെയ്തു പോയി രവി. ദ്രോഹി, ദൈവം പോലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. എന്റെ കുഞ്ഞിനെയും ആ മേനോനെയും നിങ്ങൾ കൊല്ലിച്ചോ? കുഞ്ഞിനെ കൊല്ലിക്കാൻ ഞാനാണ് ശ്രമിച്ചത്. ഞാനതിന് പ്രതിഫലവും കൊടുത്തു രവി. അയ്യോ, ഇല്ല, കുഞ്ഞൻ ഞാനും രക്ഷപ്പെട്ടിരിക്കണു. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അമ്മ, ഇതെന്റെ കുഞ്ഞോമനെയല്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുഞ്ഞോമനെ? അല്ല ചേട്ടാ, ഞാൻ കുഞ്ഞോമനയല്ല, കുഞ്ഞമ്മണിയാണ്. കുഞ്ഞമ്മണിയോ? സാർ, ഞാനാണ് എനിക്ക് ഫോൺ ചെയ്തത്. എന്റെ മകളെ കൊന്ന് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യൂ. കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതും ഇവരാണ്. അയ്യോ അമ്മേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നേരാണ് മോളെ. എല്ലാം നിനക്ക് വേണ്ടി, നിന്റെ സുഖത്തിന് വേണ്ടി. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം നേരത്തെ പരാതിപ്പെട്ടില്ല? പരാതിപ്പെട്ടാൽ തെളിവ് തരാൻ അന്ന് എനിക്ക് കഴിവില്ലായിരുന്നു. കഴിഞ്ഞ കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് ഈ മീനാക്ഷി എന്ന് എനിക്കറിയാം. രവിക്ക് സ്വത്ത് വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ തന്റെ മകൾക്ക് ഭർത്താവാക്കാൻ വേണ്ടി എന്റെ മകളെ കൊന്നതല്ലേ എന്ന് ഞാൻ സംശയിച്ചു. ഈ സന്ദർഭത്തിലാണ് പേർഷ്യയിലായിരുന്ന ഇവൾ ഇവിടെ വന്നത്. ഇവളെയും കുഞ്ഞോമനെയും ഇരട്ട പ്രസവിച്ചതാണ്. ഒരു ദിവസം യാദൃച്ഛികമായിട്ട് മീനാക്ഷി ഇവളെ കണ്ടു. പ്രേതം പ്രേതം എന്ന് പറഞ്ഞ ഭയം നോടി. എനിക്ക് സംശയമുണ്ടായി. എന്നാൽ ഇത് കണ്ടുപിടിക്കണമല്ലോ എന്ന് കരുതി ഞാൻ ഈ വേഷം കെട്ടി നടന്നു. കണ്ടുപിടിച്ചു. ഞാൻ പ്രേതമായി അഭിനയിക്കേണ്ടതായും വന്നു. ക്ഷമിക്കൂ ചേട്ടാ. എല്ലാം വിശദമായിട്ട് അങ്ങനെ പറയാൻ സമയമില്ല. ഈശ്വര കൃപയാൽ എല്ലാരും രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോളൂ. ഈ സ്ത്രീ അറസ്റ്റ് ചെയ്തു. അമ്മേ,
എന്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു.